എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു കിടിലൻ കഥയായിട്ടാണ് പതിവ് പോലെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോ അതിന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ഇല്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ടീമിലേക്കാ. ദേവുവിന്റെ ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോ തന്നെ ഒരു കുഞ്ഞു പേയ്മെന്റ് ഓപ്ഷൻ വരും. അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല കിടിലൻ മെമ്പേഴ്സുള്ള സ്റ്റോറീസാ നിങ്ങളെ കാത്തിരിക്കുന്നേ. അതും മാത്രല്ല, വേറൊരു കാര്യം കൂടി, ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. എന്താണെന്നറിയാൻ കമന്റ് ബോക്സിൽ നോക്കിക്കോളൂ കേട്ടോ. സർപ്രൈസുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആ സർപ്രൈസ് അറിയാനായിട്ട് കമന്റ് ബോക്സിലെ ആദ്യത്തെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമന്റ് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ. പിന്നെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ കഥകള് എപ്പോ വേണമെങ്കിലും എടുത്ത് കേൾക്കുകയും ചെയ്യാം. അപ്പോ മെമ്പർഷിപ്പ് എടുക്കാൻ എല്ലാരും റെഡിയല്ലേ? പിന്നെ ഒരു കാര്യം, നമ്മുടെ ദേവൂസ് വോക്കൽസില് ഇന്നൊരു ഇടിവെട്ട് കഥ വരുന്നുണ്ട് കേട്ടോ. എല്ലാരും അത് കേൾക്കാൻ മറക്കരുത്. അപ്പോ നമ്മുടെ ഇന്നത്തെ സൂപ്പർ കഥ തുടങ്ങിയാലോ? ഒരു ചേച്ചി അനിയനും തമ്മിലുള്ള ആ സ്നേഹമയമായ മുഹൂർത്തങ്ങൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാനും ഒരു ചേച്ചി അനിയനും കഥയുടെ ഭയങ്കര ഫാനാ. അപ്പൊ ദേവുവിന്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു കഥയാട്ടോ. കഥ ഇപ്പോ നിങ്ങളോട് പറയാൻ പോകുന്ന ആളുടെ പേരെന്തെന്നറിയാമോ? അവന്റെ പേരാണ് രാജീവ്. രാജീവിന്റെ ചെറുപ്പത്തിലുള്ളൊരു കഥ. ഞാനും ചേച്ചിയും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചേച്ചി എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാ. ഇപ്പോ ഡിഗ്രിക്ക് 2ാം വർഷം പഠിക്കുന്നു. എന്റെ ചേച്ചി വളരെ സുന്ദരിയായിരുന്നു. ചേച്ചിയെ കാണുമ്പോൾ ഒരു സിനിമ നടി ഓർമ്മ വരും. കോളേജിലെ ഏറ്റവും ഭംഗിയുള്ള പെണ്ണെന്റെ ചേച്ചിയായിരുന്നു. ഞാനും ചേച്ചിയും ഏതാണ്ട് ഒരേ കോളേജിൽ തന്നെയാ പഠിച്ചേ. ചേച്ചിയെ കൊതിക്കാത്ത ആണുങ്ങളാരും ആ കോളേജിലില്ല. അതാണെങ്കിലോ ചേച്ചിയുടെ സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും ഒരേപോലെ ചേച്ചിയെ മോഹിച്ചു പോകും. പഠിപ്പിക്കുന്ന സാറുമാർ വരെ ഇടയ്ക്കിടയ്ക്ക് നോക്കി നിൽക്കുന്ന ആ നോട്ടം ഒന്ന് കാണണം. ഒരുപാട് ആൾക്കാർ പിന്നാലെ വരുന്നത് കൊണ്ടാവും ചേച്ചി ആരെയും തിരിച്ച് പ്രേമിക്കാനും പോയില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. പ്രേമിക്കാൻ ഒന്നിലധികം ആൾക്കാർ അടുത്തു കൂടിയാ പിന്നെ ആരെ നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണുമല്ലേ? അതുകൊണ്ടായിരിക്കും. എനിക്ക് ഓർമ്മ വെച്ച് നാൾ മുതല് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും. പിന്നെ ഒരു പ്രായം കഴിയുമ്പോ തന്നെ ഇടയ്ക്കിടയ്ക്ക് തൊടാനും പിടിക്കാനും ഒക്കെ ട്രൈ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അതൊക്കെ വെറും കളികളുടെ ഭാഗമായിട്ടാ ചേച്ചി കരുതിയിരുന്നെന്നാ എനിക്ക് തോന്നുന്നേ. ചേച്ചിയെ പറ്റി കൂടുതൽ പറഞ്ഞില്ലല്ലോ. രേണു എന്നായിരുന്നു ചേച്ചിയുടെ പേര്. നല്ല സുന്ദരി കുട്ടി. സിനിമ നടി രജിഷയെ പോലെ ഇരിക്കും കാണാൻ. ഇപ്പോഴല്ല കേട്ടോ, തടിയൊക്കെ കുറയ്ക്കുന്നതിന് മുന്നേയുള്ള രജിഷയില്ലേ, അതുപോലെ നല്ല തുടുത്ത് കൊഴുത്തിരിക്കും. ഞങ്ങള് വലിയ തറവാട്ടുകാരാ. എന്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു. പണത്തിന് പക്ഷെ യാതൊരു കുറവുമില്ല. പറമ്പിലും വീട്ടിലും മറ്റുമായി ധാരാളം പണിക്കാരും വലിയ പശുത്തൊഴുത്തും ഒരു 9-10 പശുക്കളും ഒക്കെയുണ്ട്. നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നു. ചേച്ചി അമ്മയോടൊപ്പമാ രാത്രിയിൽ ഉറങ്ങുന്നേ. ഞാനിപ്പുറത്ത് എന്റെ മുറിയിലും. ഞാനിപ്പോ ഡിഗ്രി 1ാം വർഷം പഠിക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും എന്റെ ചേച്ചിയിൽ പല പല മാറ്റങ്ങളും വന്നുകൊണ്ടിരുന്നു. അതും പ്രകടമായ മാറ്റങ്ങൾ. ഓരോ ഭാഗവും വളർന്നു വലുതാവാൻ തുടങ്ങി. എന്ത് ഭംഗിയാണെന്നറിയാമോ? ചേച്ചിയുടെ കണ്ണുകളുടെ തിളക്കവും ആകർഷണവും വീണ്ടും വീണ്ടും കൂടി വരുക. ലഹരി പടർത്തുന്ന രീതിയിലായിരുന്നു ചേച്ചിയുടെ സൗന്ദര്യം വളരുന്നത്. എനിക്ക് ചേച്ചിയുടെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സീൻപിടുത്തം തന്നെയായിരുന്നു. അടുക്കളയിൽ കുത്തിയിരുന്ന് ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ ചേച്ചിയുടെ ഓരോ ഭാഗങ്ങളും കണ്ട് ആസ്വദിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ പാവാടയോ ടോപ്പോ മറ്റോ നീങ്ങുമ്പോ എനിക്ക് അന്നത്തേക്ക് കുശാലായി. ബാത്റൂമിൽ കയറി സ്വന്തമായൊരു പരിപാടിക്ക് എനിക്ക് ചേച്ചി തന്നെയായിരിക്കും മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ചേച്ചി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാത്തിരിക്കും. വേറെ എവിടേക്കെങ്കിലും പോവാൻ അത്യാവശ്യമുണ്ടെങ്കിൽ ചേച്ചിക്ക് കുളിക്കുകയാണെന്നറിഞ്ഞാൽ അതുപോലും മാറ്റിവെച്ച് ഞാൻ ബാത്റൂമിന് വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഒരു തോർത്തുമുണ്ടെടുത്ത് ചേച്ചി ഇറങ്ങി വരുമ്പോ കാണുന്ന ആ കാഴ്ചയുണ്ടല്ലോ, എല്ലാ ഭാഗങ്ങളും അഴകൊത്ത് കൊത്തിവെച്ചതുപോലെ, ഒരു ശില്പം പണിതു വെച്ചതുപോലെയാ എന്റെ സുന്ദരി ചേച്ചി. ശരിക്കും ചേച്ചിയുടെ അനിയൻ തന്നെയാണോ ഞാനെന്ന് ചിന്തിച്ചു പോകും. അതുപോലെ ഞാൻ ആസ്വദിക്കാറുണ്ട് ചേച്ചിയുടെ ഓരോ ഭാഗങ്ങളും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇങ്ങനെയായി ചേച്ചിയും ഞാനും കൂടി ഒന്നിച്ചുള്ള സമയങ്ങളിൽ സീൻപിടുത്തം തന്നെയായിരുന്നു എന്റെ മെയിൻ പരിപാടി. ഒരു ദിവസം അമ്മ വീട്ടിലില്ലാത്ത നേരം ചേച്ചി കുളിക്കാൻ കയറുമ്പോ ഞാൻ ബാത്റൂമിന്റെ സൈഡിലൂടെ ഒന്നകത്തേക്ക് നോക്കി. ആ കാഴ്ചയൊന്ന് കാണണമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെയല്ല,
അതിനേക്കാൾ എത്രയോ മടങ്ങായിരുന്നു ചേച്ചിയുടെ സൗന്ദര്യം. നൂൽബന്ധമില്ലാതെ എന്റെ പൊന്നു ചേച്ചി ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ അടിമുടി വിറച്ചുപോയി. മുഖസൗന്ദര്യം മാത്രല്ല, ശാരീരിക സൗന്ദര്യവും ദൈവം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്റെ രേണു ചേച്ചിക്കെന്ന് എനിക്ക് ആ നിമിഷം മനസ്സിലായി. ചേച്ചി സോഫ്റ്റായിട്ട് ബോട്ടിലിരിക്കുന്ന ബോഡി വാഷ് എടുത്ത് തേച്ചൊരച്ച് കുളിക്കാൻ തുടങ്ങി. എനിക്ക് ആ കാഴ്ച കണ്ടിട്ട് വല്ലാത്തൊരു നിർവൃതിയായിരുന്നു. ചേച്ചിയുടെ ഏത് ഭാഗത്തേക്ക് നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരെ വന്നുപോയി. അല്ലെങ്കിലും ആദ്യമായിട്ടുള്ള എന്റെ അനുഭവമല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ചേച്ചി അകത്ത് കുളിക്കാൻ തകൃതിയായപ്പോ ഇവിടെ പുറത്ത് എനിക്ക് ഓരോ പരിപാടിയും തുടങ്ങി. എന്റെ പൗരുഷം സകല കെട്ടും പൊട്ടിച്ചു. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു തന്നെയായിരുന്നു ഞാനിത് പുറത്തുനിന്ന് ആസ്വദിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഞാൻ പതിയെ പതിയെ സ്വർഗത്തിന് മുന്നിൽ എത്തിയ പോലെ തോന്നി. ചേച്ചിയെ കണ്ടുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എന്തൊരു സുഖമാണെന്നറിയാമോ? എനിക്കാണെങ്കിൽ കൺട്രോളേ കിട്ടുന്നില്ല. പുറത്തേക്ക് ശബ്ദം വരാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് അമ്മ വരുന്നുണ്ടോന്നറിയാൻ വീടിന്റെ നേരെ വാതിലിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ഓരോ തവണയും ചേച്ചി ആസ്വദിച്ച് തിരിഞ്ഞും മറിഞ്ഞും കുളിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓരോ തവണയും ഇവിടെ ആസ്വദിച്ച് ഒരു ഉഗ്രസ്ഫോടനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഞാൻ കുറച്ചു നേരം കൂടി ചേച്ചിയെ കണ്ട് ആസ്വദിച്ച് തന്നെ അങ്ങനെ നിന്നു. ഒടുവിൽ ആ വാതിൽപ്പടി, ആ ബാത്റൂം ഡോറിന്റെ വാതിൽപ്പടിയിൽ തന്നെ അതൊക്കെ അങ്ങ് നിക്ഷേപിച്ചു. ചേച്ചി അതൊക്കെ കാണുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ചേച്ചി കാണണമെന്നും അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണെന്നും മനസ്സിലാക്കണം. അതായിരുന്നു എന്റെ ഉള്ളിലിരിപ്പ്. ഞാനങ്ങനെ വേഗം ചേച്ചി അറിയാത്തതുപോലെ പുറത്തേക്ക് പോയിരുന്നു. എന്നിട്ട് പിന്നെ മെല്ലെ ഉള്ളിൽ കയറി ടിവിയും കണ്ടോണ്ടിരിക്കുക. ഏതാണ്ട് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ചേച്ചി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എനിക്ക് ചേച്ചിയുടെ എല്ലാ നിരീക്ഷണങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ചേച്ചി ആ നോട്ടം നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതെനിക്കിട്ടുള്ള പണിയാണെന്ന്. അതെ, ഞാൻ ആ നിക്ഷേപിച്ച സ്ഫോടനത്തിന്റെ ബാക്കി ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് വരാന്തയിലേക്ക് നടന്നു വരുമ്പോ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എനിക്ക് ചേച്ചിക്ക് എന്നോട് താല്പര്യമുണ്ടെന്നറിയാൻ വേണ്ടിട്ടാ അതൊക്കെ ചെയ്തിരുന്നേ. പക്ഷെ അത് ഫലം കണ്ടില്ലാട്ടോ. ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ ഒരു ഡെസ്ക്ടോപ്പ് ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആയിരുന്നു അത്. ഒരു ദിവസം മൊബൈലിൽ ഞാൻ എന്റെ കുറെ ഫോട്ടോസ് എടുത്തു വെച്ചു. നല്ല മൂത്തു നിൽക്കുന്ന പൗരുഷത്തിന്റെ ഉഗ്രൻ ഫോട്ടോസ്. കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിലെല്ലാം സേവ് ചെയ്ത് വെച്ചു. അതിനോടൊപ്പം എന്റെ മുഖത്തിന്റെ ഒരു ഫോട്ടോയും. ഇനി എന്റേതാണെന്ന് ചേച്ചിക്ക് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. രാത്രി ഏതാണ്ട് 8 മണി കഴിഞ്ഞാ ചേച്ചി കമ്പ്യൂട്ടറിന്റെ അടുത്ത് വരുന്നത്. ബാത്റൂമിൽ കയറിയാൽ എനിക്ക് അവിടെ നിന്ന് കമ്പ്യൂട്ടർ സ്ക്രീൻ നന്നായിട്ട് കാണാം. അന്ന് രാത്രി ചേച്ചി കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഓരോന്ന് നോക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഞാൻ ഓടി ബാത്റൂമിൽ കയറി. ഞാൻ വാതിലിന്റെ പഴുതിലൂടെ കമ്പ്യൂട്ടറിലേക്ക് തന്നെ നോക്കിയിരുന്നു. കുറെ ഫയലുകളൊക്കെ നോക്കിയിട്ട് അവസാനം ചേച്ചി ഞാൻ ഫോട്ടോസ് സേവ് ചെയ്ത് വെച്ച ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ ഉയർന്നു നിൽക്കുന്ന എന്റെ ആ പൗരുഷത്തിന്റെ പടങ്ങൾ ചേച്ചി കണ്ടുകൊണ്ടേയിരുന്നു. അതൊക്കെ എന്റെ തന്നെയാണെന്ന് ചേച്ചിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചേച്ചി തിരിഞ്ഞ് നാലുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറെ നേരം നോക്കിയിരുന്നിട്ട് ആ ഫോൾഡർ ക്ലോസ് ചെയ്ത് ചേച്ചി വേറെന്തൊക്കെയോ നോക്കി തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ചേച്ചിയുടെ അടുത്തിരുന്നു. പക്ഷെ ചേച്ചി എന്നെ നോക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. ഞാൻ ചേച്ചിയിൽ നിന്ന് മൗസ് വാങ്ങി ഒരു ഫോൾഡർ തുറന്നു. അപ്പോഴേക്കും ചേച്ചി എണീറ്റ് പോവുകയും ചെയ്തു. എനിക്കെതിരായി ചേച്ചിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ദേഷ്യപ്പെടുമോ വഴക്കിടുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സാധാരണ പോലെ തന്നെ ചേച്ചി എന്നോട് പെരുമാറിയിരുന്നു. പിന്നീട് പല ദിവസവും ഞാൻ ഇത് തന്നെ ശീലമാക്കി. ഓരോ പോസിലുള്ള എന്റെ ആ പൗരുഷത്തിന്റെ ഓരോ ഫോട്ടോയും എടുത്ത് ഞാൻ ആ ഫോൾഡറിൽ ഇട്ടോണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പഴയതൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയത് മാത്രം ഇട്ടുവെക്കും. അടുപ്പിച്ച് 2-3 ദിവസം ചേച്ചി എന്റെ ആ ഫോട്ടോസൊക്കെ എടുത്ത് ആരുമില്ലാത്തപ്പോ നോക്കുന്നത് ഞാൻ ഒരിക്കൽ കണ്ടു. പിന്നീട് ഇത് സ്ഥിരമായി. പിന്നെ ഞാൻ നന്നായി വീഡിയോസ് മാത്രം എടുത്തിടാൻ തുടങ്ങി. എന്റെ ഫോട്ടോസ് അല്ലാതെ ഞാൻ ചേച്ചിയെ ഓർത്ത് ഓരോന്ന് ചെയ്ത് സുഖിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് ആ ഫോൾഡറിലിട്ടു. ചേച്ചി അതുമെല്ലാം കണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഓരോ ദിവസവും ചേച്ചിക്ക് വേണ്ടിയിട്ടിപ്പോ പുതിയത് സ്റ്റോക്ക് ചെയ്യുന്നത് വല്ലാത്ത സുഖമുള്ള കാര്യമായി മാറി എനിക്ക്.
ചേച്ചിക്ക് നൂൽബന്ധമില്ലാതെയുള്ള എന്റെ സൗന്ദര്യവും കാണുന്നതിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് അങ്ങനെയാ മനസ്സിലായി. ഒരു ദിവസം ഞാനൊരു സായിപ്പിന്റെയും മദാമയുടെയും നല്ല ഒന്നാന്തരം വീഡിയോ എടുത്ത് അതിൽ സേവ് ചെയ്ത് വെച്ചു. അത് കുറെ നേരം ചേച്ചി കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വട്ടമല്ല, പലവട്ടം കണ്ടുവെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ മുമ്പിൽ നിന്ന് ചേച്ചി മാറാനേ കൂട്ടാക്കുന്നില്ലായിരുന്നു. അന്ന് രാത്രി വല്ലാത്ത ദാഹം തോന്നിയപ്പോഴാ ഞാൻ ഉണർന്നേ. ഡൈനിങ് റൂമിലിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാമെന്ന് കരുതി അവിടെ വന്നപ്പോഴതാ ഒരു വെളിച്ചം. ഞാൻ ആരാണെന്നറിയാൻ നോക്കി. അത്ഭുതപ്പെട്ടുപോയി. രേണു ചേച്ചി അതാ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഞാൻ ഇട്ടുകൊടുത്തിരുന്ന ആ വീഡിയോ മുഴുവൻ കാണുമായിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ വെളിച്ചം മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞു. ഞാൻ പതിയെ പതിയെ ചേച്ചിയുടെ പിറകിലായി ചെന്ന് നിന്നു. അവിടെ ആ സായിപ്പും മദാമയും രണ്ടാളും ഒന്നിച്ച് തകർത്തോണ്ടിരിക്കുക. ചേച്ചി അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനൊറ്റയ്ക്ക് സുഖിക്കുന്നത് പോലെ ഒറ്റയ്ക്കിരുന്ന് സുഖിക്കുക. കള്ളി. ആ വീഡിയോ കണ്ട് ചേച്ചി ആസ്വദിക്കുന്നതും ഒറ്റയ്ക്കിരുന്ന് സുഖിക്കുന്നതും കണ്ടപ്പോഴേക്കും എന്റെ സകല കൺട്രോളും പോയിരുന്നു. പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ ഒരൊച്ച വന്നുപോയി. ഞാനൊന്ന് ചുമച്ചു. ചേച്ചി പെട്ടെന്ന് എന്നെ കണ്ടൊന്ന് ഞെട്ടി. വേഗം കൈയെടുത്ത് മാറ്റി നടന്ന് മുറിയിലേക്ക് പോയി. അന്നു മുതൽ പിന്നീടുള്ള ദിവസം മുഴുവനും ഞാൻ രേണു ചേച്ചിയെ പിന്തുടർന്നു തുടങ്ങിയിരുന്നു. പക്ഷെ ഒരു അവസരം കിട്ടുന്നില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും. അല്ലെങ്കിലോ അതെങ്ങനെയാ? ചേച്ചിയെന്നും അമ്മയുടെ കൂടെയല്ലേ കിടക്കുന്നേ. ചേച്ചിക്ക് എന്നോടൊപ്പം ഓരോന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിനുള്ള അവസരവും സ്ഥലവും കിട്ടുന്നില്ലെന്ന് മാത്രം. രാത്രി ഇനിയിപ്പോ എന്റെ അടുത്ത് വരികയാണെങ്കിലോ അത് അമ്മ അറിയും. ഒരു ദിവസം ഞാനന്ന് ഫോൾഡറിൽ നോക്കി ചേച്ചി വീഡിയോ കണ്ട് ഓരോന്ന് ചെയ്യുന്നത് കണ്ടുപിടിച്ചില്ലേ. അതിൽ നിന്ന് ചേച്ചിക്ക് എല്ലാത്തിനും ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്കധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഒരു ദിവസം കമ്പ്യൂട്ടർ ടേബിളിൽ ഇരുന്നപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അന്ന് രാത്രി എന്തൊക്കെയായിരുന്നു കാണിച്ചേ? ചേച്ചി യാതൊരു മൈൻഡും ഇല്ലാതെ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു. ഞാൻ പുറകിൽ തന്നെ നിപ്പുണ്ടായിരുന്നു തുടക്കം മുതലേ. ചേച്ചിക്ക് അത് കേട്ടപ്പോ ചോദിച്ചു, കാണിച്ചെങ്കിലേ കണക്കായിപ്പോയി. നീ എന്തിനാ ആവശ്യമില്ലാത്ത പടങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഇട്ടിരിക്കുന്നേ? ഞാനപ്പോ അതിൽ കയറി കൊളുത്താൻ തന്നെ തീരുമാനിച്ചു. ഞാൻ കമ്പ്യൂട്ടറിൽ പടമിട്ടത് കൊണ്ട് മാത്രം ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇല്ല. ചേച്ചി ഒന്നും മിണ്ടിയില്ല. ഞാൻ പതുക്കെ ചേച്ചിയുമായി ചേർന്നിരുന്നു. എടാ നീങ്ങിയിരിക്കെ, അമ്മ വരും. ഇല്ല ചേച്ചി, അമ്മ ഉറങ്ങാൻ കിടന്നു, ഇനി വരില്ല. അപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ധൈര്യം വന്നതുപോലെ. ചേച്ചി എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോവാനോ എന്നെ തള്ളി മാറ്റാനോ നോക്കുന്നില്ല. ഇതിനി പോസിറ്റീവ് സൈൻ ആണോ? ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അന്ന് ഞാൻ ചേച്ചിയുടെ സാധനം നന്നായിട്ട് കണ്ടായിരുന്നു. എന്നെ അതിപ്പോ ഒന്നുകൂടി കാണിക്കാമോ? ചേച്ചി എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി. അങ്ങനെ നീ അതൊന്നും ഇപ്പൊ കാണണ്ട ചെക്ക. അതെന്താ ചേച്ചി? ചേച്ചി ഒന്ന് ചിരിച്ചു. വയസ്സ് കൂടിയെന്നേ ഉള്ളൂ നിനക്ക്, പക്ഷെ നീ എത്ര വലുതൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഞാനും ചിരിച്ചു. അതൊക്കെ കാണുന്നതിന് വലിപ്പച്ചെറുപ്പം വേണോ ചേച്ചി? ചിലപ്പോ വേണ്ടി വരും. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വീണ്ടും ചേർന്നിരുന്നു. പക്ഷെ ഇത്തവണ ചേച്ചി എന്നെ തള്ളി മാറ്റി. ചേച്ചിക്ക് അത്ര വെയിറ്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ പോയേക്കാം. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വാതിലിനടുത്ത് എത്തിയപ്പോഴേക്കും ചേച്ചി എന്നെ ഒന്ന് വിളിച്ചു, രാജുമോനെ. എടാ ഇങ്ങ് വാ. ഞാൻ അപ്പോഴേക്കും വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് തിരികെ ചേച്ചിയുടെ അടുത്ത് ചെന്ന് മിണ്ടാതിരുന്നു. ആ സമയത്ത് ഞാൻ ചേച്ചിയുടെ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഗന്ധമായിരുന്നു ചേച്ചിയിൽ നിന്ന് വന്നിരുന്നേ. ആകെക്കൂടെ വല്ലാത്തൊരു സുഗന്ധം ഞാൻ ആസ്വദിച്ച് മണപ്പിച്ചോണ്ടേയിരുന്നു. അല്ല, എന്താ നിനക്ക് കാണേണ്ടത്? ഞാൻ ചേച്ചിയെ അടിമുടി നോക്കി. ചേച്ചിക്ക് ഇഷ്ടമുള്ളത് കാണിച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാൻ പറ്റില്ല. നിന്റെ അല്ലേ ആവശ്യം. നിനക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അഴിച്ചങ്ങ് കാണണം. ചേച്ചി തന്നെ അഴിച്ചു കാണിക്ക് പ്ലീസ്. അത് ശരി, എങ്കിലോക്കെ, ഞാൻ അഴിച്ചു കാണിക്കാം. പക്ഷെ നീയും എന്നെ കാണിക്കണം. ഓക്കെ ആണോ? എനിക്കത് കേട്ടപ്പോൾ മനസ്സിലൊരു ലഡു പൊട്ടിയിരുന്നു. ഞാൻ ഓക്കെയാ, പക്ഷെ എന്റേത് കാണാൻ ചേച്ചിക്ക് ഇഷ്ടമാണോ? ചേച്ചി ചിരിച്ചുകൊണ്ട് എന്റെ മുഖത്തേക്ക് നോക്കി. നീ കൊള്ളാലോടാ കള്ള. ഇടയ്ക്കിടയ്ക്ക് നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നേ ഒറ്റയ്ക്കിരിക്കുമ്പോ. അതൊക്കെ വീഡിയോ ആയിട്ട് ഇടുമ്പോ
എന്നെ കാണിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയല്ലേ നിനക്കുള്ളത്? അതെ, ഞാൻ പറഞ്ഞു. കൊള്ളാം. അപ്പൊ ഇതൊക്കെ ഞാൻ കണ്ടെന്നറിയുമ്പോ നിനക്ക് എന്താ തോന്നുക? അറിയില്ല ചേച്ചി, എനിക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നും. ചേച്ചി അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോ മാത്രം. ഏതായാലും കൊള്ളാം. ഞാൻ വിചാരിച്ചെടുത്ത് തന്നെ ഇപ്പൊ രേണു ചേച്ചി വന്ന് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ചേച്ചിക്ക് വല്ലാത്ത പ്രതീക്ഷയോടെയാ ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പോലെ തന്നെ ചേച്ചിയും ഒരു കൊതിച്ചിപ്പാറുവായിന്ന് എനിക്ക് മനസ്സിലായി. എടാ, ഇപ്പൊ തന്നെ വേണോ? അമ്മയുണ്ടല്ലോ, അമ്മ കിടന്നു ചേച്ചി ഉറങ്ങിയിട്ടുണ്ടാവും. എങ്കിലും ചേച്ചിയുടെ ആ വെപ്രാളവും പേടിയും കണ്ടപ്പോ എനിക്ക് അതിനെന്തെങ്കിലും പരിഹാരം കാണണമെന്ന് തോന്നി. ചേച്ചിയുടെ കംഫർട്ട് നോക്കിയില്ലെങ്കിൽ എനിക്ക് ഇനി ഇതുപോലെ അവസരം കിട്ടിയില്ലെങ്കിലോ? പിന്നെ ഈ പേടിയും വിറവലൊക്കെ തന്നെയാ ഈ ആദ്യത്തെ അനുഭവത്തില് ഏറ്റവും ത്രില്ല് കൊടുക്കുന്നത്. പക്ഷേ ചേച്ചിയെപ്പോലെ തന്നെ റിസ്ക് എടുക്കാൻ ഞാനും ഒരുക്കവല്ലായിരുന്നു. വേഗം അമ്മ കിടക്കുന്ന മുറിയുടെ മുന്നിലെത്തി. എന്നിട്ട് ആ ഡോറങ്ങ് ലോക്ക് ചെയ്തു ഓടാമ്പലിട്ട് വെച്ചു. എന്റെ ബുദ്ധി കണ്ട് രേണു ചേച്ചി പൊട്ടിച്ചിരിച്ചുപോയി. എടാ കള്ള, നീ കൊള്ളാലോ, എന്തൊക്കെ കള്ളത്തരങ്ങളാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ. ഞാനും ഒന്ന് ചിരിച്ചു. ഇനിയിപ്പോ അമ്മയ്ക്ക് പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ കൂടി വിചാരിക്കണം അല്ലേ? ചേച്ചി ചിരിച്ചു. കുലുങ്ങിക്കൊണ്ടുള്ള ആ ചിരി കാണുമ്പോ തന്നെ എന്താ ഭംഗി. ചേച്ചിയുടെ ദേഹം ആസകലം കുലുങ്ങി അങ്ങോട്ട് ആടി ഉലയുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കുറച്ചു ദൂരെ നിന്ന് തന്നെ കണ്ടുകൊണ്ടാ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു വന്നത്. ആദ്യം നീയോ അതോ ഞാനോ? അതായിരുന്നു രേണു ചേച്ചിയുടെ അടുത്ത കൺഫ്യൂഷൻ. ആദ്യം ഞാൻ തന്നെ ആയിക്കോട്ടെ. എനിക്കെന്തോ ചേച്ചിയുടെ മുഖത്തേക്ക് ആ കാഴ്ച കാണിപ്പിക്കുവാൻ വല്ലാത്ത സന്തോഷം തോന്നി. എന്നിട്ട് ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ടുകൊണ്ട് ഒപ്പിയെടുക്കണം, അതായിരുന്നു എന്റെ മനസ്സ് നിറയെ. ചേച്ചി അപ്പോഴേക്കും എന്റെ ആഗ്രഹത്തിന് കൂട്ടുനിന്നു. ആദ്യത്തേത് എന്റെ ഭാഗത്തുനിന്ന് തന്നെയായി. ചേച്ചിയുടെ മുഖത്ത് വരുന്ന ആ വിരിഞ്ഞു വരുന്ന ഭാവങ്ങൾ എനിക്ക് എന്തൊക്കെ ത്രില്ല തന്നതെന്ന് ഇപ്പോഴും ഒരു നിശ്ചയവുമില്ല. അടുത്ത നിമിഷം എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്റെ രേണു ചേച്ചിയും. അതെ, ചേച്ചിയും അതാ ഞാൻ ഒരുപാട് കാണാൻ കൊതിച്ച കാഴ്ചകളൊക്കെ എന്റെ മുമ്പിൽ ദേ അനാവൃതമാക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ചേച്ചി നല്ല സുന്ദരിയാണെന്ന് ഞാൻ നേരത്തെ മനസ്സിൽ സങ്കല്പിക്കുകയും അവിടെയും ഇവിടെയുമൊക്കെ ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിലുമാണ് പറഞ്ഞതെങ്കിലും ഇപ്പോഴെനിക്കത് പൂർണ്ണ ബോധ്യമായി. എന്റെ മുന്നിൽ എല്ലാം പീല വിരിച്ചു നിൽക്കുന്ന ഒരു മയിലിനെ പോലെ ചേച്ചി വിരിഞ്ഞങ്ങ് നിൽക്കുക. ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ. അതുമാത്രമോ, ചേച്ചിയുടെ ദേഹത്തെ ആ പിങ്ക് ശരീരഭാഗത്തെ ഓരോ കൊത്തം മറുകും എന്തിന് കുഞ്ഞി കുഞ്ഞി അടയാളങ്ങൾ പോലും എനിക്കിപ്പോ കാണാപ്പാടമായിപ്പോയി. അതുപോലെയാണ് ഞാൻ ഓരോന്നും ഒപ്പിയെടുത്തത് ആ ശരീരത്തിൽ നിന്നും. ചേച്ചിയെ സുഖിപ്പിച്ചാൽ അങ്ങേ അറ്റം വരെ സുഖിപ്പിക്കണം എന്നെനിക്ക് നിർബന്ധമായിരുന്നു. കാരണം അതിന്റെ സുഖവും കൊതിയും കൊണ്ട് ചേച്ചി അടുത്ത പ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം. അതാണല്ലോ നമ്മുടെ വിജയം. അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ഞാൻ അക്ഷീണം പ്രയത്നിച്ചു. അതില് ഫലം കണ്ടു എന്ന് വേണം പറയാൻ. തുടങ്ങുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് നീ ഇതൊന്നും ചോദിക്കരുതട്ടോ, അമ്മ കണ്ടാൽ പിന്നെ എല്ലാത്തിനും അവസാനമായി എന്ന് പറഞ്ഞാണ് ചേച്ചി തുടങ്ങിയതെങ്കിൽ പരിപാടികളുടെ അവസാനത്തോടെ ഇനി നിനക്ക് ഞാൻ എന്നും തരും, നീയോ എനിക്ക് എപ്പോഴും തരണമെന്നും പറയുന്ന ഗതി വരെ എത്തിയിരുന്നു. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ അഭിമാനം തോന്നി. ചേച്ചിയുടെ ഓരോ അംഗവും സുഖിപ്പിക്കാൻ ഞാൻ പ്രത്യേക വിരുദുള്ളത് പോലെ തന്നെ പെരുമാറിയിരുന്നു. സത്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും എന്റെ ചേച്ചിയുടെ അടുത്ത് ഞാൻ അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിലും അതുപോലെ കൊത്തിവെച്ചതുപോലെ സുന്ദരിയായ ഒരു ശില്പത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്നല്ല എല്ലാ പുരുഷന്മാരും അങ്ങനെയാവും. അതിപ്പോ പ്രകൃതിയുടെ വികൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. ചേച്ചിയുടെ എന്റെയും ആദ്യത്തെ അനുഭവം തന്നെയായിരുന്നു അത്. പക്ഷെ ചേച്ചിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമായിരുന്നു. എടാ, അവസാനം വരെ പോവരുത് കേട്ടോ, നീ എന്നെ കഷ്ടപ്പെടുത്തിയേക്കരുത്. ചേച്ചി ആദ്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ചേച്ചി വ്യക്തമായി പറഞ്ഞു, 10 മാസം കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വരേണ്ട അവസ്ഥയിൽ നീ എന്നെ എത്തിക്കരുത്, എന്നെ ഗർഭിണിയാക്കരുതെന്ന്. മനസ്സിലായോ? അതൊക്കെ നോക്കി കണ്ടും വേണം നീ ചെയ്യാൻ. ചേച്ചി അതെനിക്ക് വിട്ടുതന്നിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അതിനൊന്നും ആയിരുന്നില്ല താല്പര്യം. എന്റെ ചേച്ചിയെ കഷ്ടപ്പെടുത്താതെ ഒരു തഞ്ചത്തിൽ അങ്ങ് സുഖിച്ചു പോവുക. എന്റെ ഉദ്ദേശവും ചേച്ചിയുടെ ഉദ്ദേശം ഒരുപോലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. അമ്മ ഉണർന്നതിന് മുന്നേ തന്നെ ചേച്ചി ഓരോ ഡ്രസ്സും എടുത്ത് ഞാൻ അഴിച്ചതുപോലെ തന്നെ ധരിപ്പിച്ചു കൊടുത്തു. തിരിച്ചു ചേച്ചി എന്നെയും. ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിലുള്ള എല്ലാ നാണവും ആ നിമിഷം പോയി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉറങ്ങുമ്പോഴോ അയൽവക്കത്ത് പോകുമ്പോഴോ ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമുള്ള നിമിഷങ്ങളായിരുന്നു ആ വീട്ടിൽ.
ഞങ്ങളുടെ വീടിന്റെ ഏത് മുക്കും മൂലയും ബാത്റൂമും മുറിയും സോഫയെന്ന് വേണ്ട സ്റ്റോർ റൂമും വിറകുപുരയും വരെ ഇപ്പോൾ എന്റെയും ചേച്ചിയുടെയും സംഗമസ്ഥാനങ്ങളാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും എത്ര ചെയ്താലും കൊതി മാറില്ല. അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. എന്റെ ചേച്ചിക്ക് ഇപ്പോ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. പക്ഷേ രേണു ചേച്ചിക്ക് സങ്കടമാ എന്നെ വിട്ടു പോവാൻ. ഇനിയിപ്പോൾ വിവാഹം കഴിയുന്ന ആള് ഞാൻ കൊടുക്കുന്നത്ര സുഖം കൊടുക്കുമോ എന്നാണ് ചേച്ചിയുടെ സങ്കടം. സാരമില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഞാൻ നിൽക്കാമെന്നും ചേച്ചിക്ക് ഇവിടെയും വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ. രേണു ചേച്ചി പോയാൽ എന്റെ എല്ലാ കാര്യങ്ങളും പകുതിയോളമെങ്കിലും നിന്ന് പോകുമെന്നോർത്ത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ നാട്ടു നടപ്പ് വിചാരിച്ച് നമുക്കതൊക്കെ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. എന്റെ രേണു ചേച്ചിയുടെയും കഥ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലൊരു സുന്ദരി ചേച്ചിയെ കിട്ടിയത് എന്റെ ഭാഗ്യമാ. ഇതുപോലത്തെ അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ ഡിയേഴ്സ്.